ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വരാനും പാടില്ല, അതുപോലെ തന്നെ നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും കഴിയണം. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുവഴി നമുക്ക് വാട്സപ്പ് മാത്രമല്ല, നമുക്ക് ഏത് ആപ്പാണോ പേഴ്സണലായിട്ടുള്ളത് നെറ്റ് ഓഫ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അടിപൊളി സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡാറ്റ നെറ്റ്വർക്കും ഉണ്ട്, വൈഫൈയിലും ഇത് വർക്കാവും. അതേപോലെ തന്നെ നമ്മൾ മൊബൈൽ ഡാറ്റയിൽ നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മളിവിടെ ആമസോണാണ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കിവിടെ കാണാം, അവിടെ ഒരു റെഡ് ഐക്കൺ വന്നു. അതിനുശേഷം നമ്മൾ വൈഫൈയിലും പോയിട്ട് ഇവിടെ ആമസോൺ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം ജസ്റ്റ് ആമസോൺ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആമസോണിൻ്റെ ഹാസ് ബീൻ ഡിനൈഡ് ആക്സസ് ടു ദ നെറ്റ്വർക്ക്. വൈഫൈ നെറ്റ്വർക്കും നമ്മൾ ഡിസേബിൾ ചെയ്തു, അതേപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കും നമ്മളിവിടെ ഡിസേബിൾ ചെയ്തു. എന്നാൽ നമുക്ക് ഗൂഗിളിലോ അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇൻ്റർനെറ്റ് ഇവിടെ കട്ടാവുന്നില്ല. നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റാണ് ഇവിടെ നമ്മൾ വിച്ഛേദിച്ചത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വളരെ അടിപൊളിയായിട്ട് ഈ ഓരോ ആപ്പുകളും നമുക്ക് ഏത് ആപ്പാണോ വേണ്ടത് അത് നമുക്കിവിടെ ഡിസേബിൾ ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പഠിക്കുകയും എന്താണോ വർക്ക് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഏത് ആപ്പാണോ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കേണ്ടത് അത് നമുക്കിവിടെ ഈ സെറ്റിങ്സ് വഴി ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചില ഫോണുകളിൽ ഇത് മാറ്റം ഉണ്ടാകും. ഈ സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാകും. അതായത് ചില ഫോണുകളിൽ നമ്മൾ ചെയ്യേണ്ടത് മൊബൈൽ നെറ്റ്വർക്ക് എടുക്കുക, അതേപോലെ തന്നെ ഡാറ്റ യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷമാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് നമുക്ക് നേരത്തെ വന്നില്ല, ഇത് ഇങ്ങനെ വരുള്ളൂ. കാരണം ഇത് വളരെ പെട്ടെന്ന് ഒന്നും നമുക്ക് ജസ്റ്റ് ഒന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ നേരത്തെ നെറ്റ്വർക്ക് ഒന്ന് സെലക്ട് ചെയ്തു, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് വന്നു. ചില ഫോണുകളിൽ 2-3 ഓപ്ഷൻസ് 4-5 ഓപ്ഷൻസ് കഴിഞ്ഞതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് കാണുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഏത് ആപ്പാണോ വേണ്ടത് അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ നെറ്റ്വർക്ക് ആക്സസ് എന്നാണ് ചില ഫോണുകളിൽ കാണിക്കുക. അവിടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.